മലപ്പുറത്തേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നമ്മുടെ എടയൂർ പഞ്ചായത്തിൽ പലയമ്പറം പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിലാണുള്ളത്. മണ്ണിടിഞ്ഞാൽ വടക്കുംപുറം ചേനടൻ കുളമ്പ പ്രദേശത്തെ വീടുകൾ തകരും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുന്നിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തന്നെ ഇടിച്ചു നിരത്തിയ നിലയിലാണുള്ളത്. മഴ കനത്താൽ ഏത് നിമിഷവും ഈ മണ്ണിടിയും. 40-ലധികം വീടുകളാണ് ഭീഷണിയിൽ കഴിയുന്നത്. സോണൽ കൃഷ്ണ ചേരുകയാണ് നമുക്കൊപ്പം. സോണലിൽ വലിയ ഭീഷണിയാണ്, ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ ഭീഷണി ഉയരുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എടയൂർ പഞ്ചായത്തിലെ ചേനാടൻ കുളമ്പ് പ്രദേശത്താണ് ഞാനുള്ളത്. എനിക്ക് പുറകിൽ കാണാൻ മുകളിൽ കാണുന്നതാണ് ആ മല. അവിടെയാണ് ആ കുന്ന് പൂർണ്ണമായിട്ട് ഇടിച്ച് ആ മണ്ണ് അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അവിടെ ആ മണ്ണ് വെക്കുന്ന അല്ലെങ്കിൽ പരത്തിയിട്ടുള്ള ഭാഗത്ത് വിള്ളൽ വന്നത് നമ്മൾ കണ്ടതാണ്. ഏത് നിമിഷവും ആ മണ്ണുകൾ ഉൾപ്പെടെ പൊട്ടി ഈ താഴത്തേക്ക് വരും. ആദ്യമുള്ള വീടാണ്, അതായത് ആ മണ്ണ് പൊട്ടി താഴേക്ക് വരുമ്പോൾ ആദ്യം പതിക്കുന്ന വീടിൻ്റെ മുറ്റത്താണ് ഞാനുള്ളത്. ഈ വീട്ടിലെ ഇത്ത കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്ത, നല്ല മഴ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരാഴ്ചകളായി ഇപ്പോൾ മഴ പെയ്യണത്. പേടിയാണ് ഈ രാത്രി. പരാതി പറഞ്ഞിരുന്നു? പരാതി പോലോട് എന്നും പറച്ചിലുണ്ട് വരുമ്പോൾ. പോലെ അറിയാം, നിങ്ങളെ വീട്ടിലേക്ക് മണ്ണ് വരൂല, അത് അങ്ങോട്ടാ പോവുക എന്നൊക്കെ പറയും. പഞ്ചായത്തിന്റെ ആളുകളോടൊക്കെ പരാതി പറഞ്ഞേനോ? ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. അവരെന്താ പറഞ്ഞത്? അവരിങ്ങനെ പറഞ്ഞു, ഇന്നലെ വന്നിട്ട് പറഞ്ഞ് മാറി താമസിക്കാൻ, മഴ കയറിയൊന്ന് വരെ മാറി താമസിക്കാൻ പറഞ്ഞു. സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ അവര്? ഓല് പറഞ്ഞ് UP സ്കൂളിൽ പൊയ്ക്കോളി, അവിടെ പൊയ്ക്കോളി, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ബന്ധുക്കളെ വീട്ടിൽ പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞു. ആ മണ്ണ് ഇടിഞ്ഞു വരികയാണെങ്കിൽ ആദ്യം പതിക്കുന്ന വീടാണിത്. ഇവിടെ ഈ പ്രദേശത്ത് ചേനാടൻകുളമ്പ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഏകദേശം 40-ൽ കൂടുതൽ കുടുംബങ്ങളുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഇതിന് മുന്നേ ഇവിടെ ഇതിൻ്റെ പരാതികളൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മുന്നപ്പെട്ട പഞ്ചായത്തിൽ വില്ലേജിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ വീടുകൾ, നമ്മുടെ വീടൊക്കെ ഇതിൽ താഴത്താണ് നിൽക്കുന്നത്. നമുക്കൊക്കെ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾക്കത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മണ്ണുണ്ട് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിന് എന്തെങ്കിലും നല്ലൊരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ സങ്കടത്തിലാണ്, ഭീതിയിലാണ് എന്നുള്ളതാണ് അല്ലേ? അതങ്ങനെയാണ്. ഭയങ്കര പ്രശ്നത്തിലല്ലേ, ഏത് സമയത്തും തലക്കൂടി വരുന്നില്ല. നമ്മളൊക്കെ പരമാവധി പറഞ്ഞു നോക്കണം അവരോട് JCB വിട്ട് മാന്തരുതെന്ന്. ഒരു മാന്തിയൊക്കെ റെഡിയാക്കി. ഒരു പൈസക്കാരാണ്. ഇവിടെ ഇപ്പോൾ ആര് വില്ലേജിലേക്കും പഞ്ചായത്തേക്കും പോയാലും അത് കൊടുക്കും എത്തുന്നില്ല. ഒരു പോയാലേ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ എന്താ വെച്ചാൽ സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആ വലിയ ലൈനും കൊണ്ടിത് അടുത്ത ലൈനും പോരും. KCBന്റെ ഏറ്റവും വലിയ ലൈനാണ് ആ ഭൂമിയിൽ. മണ്ണിടിഞ്ഞ് വരുമ്പോൾ അതും കൂടിയിട്ടേ വരിക. അപ്പോൾ ഏറ്റവും വലിയ അപകടത്തിനുള്ള സാധ്യത സർക്കാർ കാര്യമായിട്ട് തന്നെ അറിഞ്ഞിട്ട് വേണ്ടേ ചെയ്തു തരണം. തന്നെയാണ് ഇവരുടെ ഒരു ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കാണാം, ഈ പ്രദേശത്ത് ആകെ വീടുകളാണ്. അത് ഇടിഞ്ഞു വരികയാണെങ്കിൽ ഈ വീടുകൾ മുഴുവനായിട്ട് പോകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അത്രത്തോളം മണ്ണ് അവിടെ ആ കുന്നിടിച്ച് ആ മണ്ണ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതെല്ലാം ഇളകി അതിനെല്ലാം വിള്ളൽ വന്ന് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ആ വിള്ളലിലേക്ക് മണ്ണിറങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ആ മണ്ണിടിഞ്ഞ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം.